കാണാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ജമാഅത്തിന്റെ അദബുകൾ, അതിൻ്റെതായ മര്യാദകൾ കുറേ ഉണ്ട്. അത് പാലിച്ചില്ല എങ്കിൽ ആ 27 ഇരട്ടി കുറയും. ചിലപ്പോൾ തീരെല്ലാതാവും, ചിലപ്പോൾ അത് കുറയുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഉദാഹരണമായിട്ട് ജമാഅത്ത് തുടങ്ങാൻ ആ സമയമായാൽ ഓടി വരും. റോഡുമെന്നാ നടുക്കുന്നവർക്കെങ്കിൽ ഓടി വരാം ജമാഅത്ത് വേഗം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓടി വന്നിട്ടുണ്ടെങ്കിൽ അത് ജമാഅത്തിന്റെ പ്രതിഫലത്തെ ബാധിക്കുമെന്നല്ല. അച്ചടക്കത്തോടെ പോതൽ സുന്നത്താണ് ജമാഅത്ത്. ഈ അച്ചടക്കമില്ലാതെ ഓടി നടക്കൽ അത് അപ്പോൾ ജമാഅത്തിന്റെ പ്രതിഫലം കുറയാണ്, കൂടുതലല്ല. ഓടുന്നാൾ വിചാരിച്ചു എനിക്കൊരു അക്കാര്യത്ത് ഏറെ കിട്ടൂല, അപ്പൊ തോനം കിട്ടാന്ന് വിചാരിച്ചു. അവിടെ തോനം കിട്ടലല്ല, കുറയലാണ് ചെയ്യും. പക്ഷേ ചില സന്ദർഭത്തിൽ ഓടേണ്ടി വരും. ഉദാഹരണമായിട്ട് ജുമാ നിസ്കാരം കഴിയാൻ പോകണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോകണം. അതുപോലെ തന്നെ നിസ്കാരം കാണാൻ പോകണം, ജമാഅത്ത് കിട്ടാൻ വേണ്ടിയല്ല, അശ്രം കൊടുക്കാനായിട്ടുണ്ട്, എന്നാൽ പിന്നെ ഓടിപ്പോകല്ല പാടില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിലല്ലാതെ ജമാഅത്ത് തോനെ കിട്ടാൻ വേണ്ടി, റക്കായത്ത് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തയ്യാത്തിൽ വരെ തീരുന്നതൊക്കെ, എന്നാൽ പോലും ആ ജമാഅത്ത് കിട്ടാൻ വേണ്ടി ഓടാൻ പാടില്ല. അച്ചടത്തോടു കൂടെ നടന്ന് ഒതെടുത്ത് ചെല്ലുക, ജമാഅത്ത് കൈപിടിക്ക് വേണ്ടാന്ന് വെക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന്റെ അദബുകൾ പാലിക്കണം, എന്നെങ്കിൽ അതിന്റെ പറഞ്ഞതിൽ കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്വഫുകൾ പൂർത്തിയാകുക. അതില്ല എങ്കിൽ ഒരു സ്വഫ് പൂർത്തിയായതിന്റെ ശേഷമേ മറ്റൊന്ന് തുടങ്ങാവൂ. ഒരാൾ ഓടി വന്നിട്ട് മുന്നിൽ സ്വപ്പൊന്നും തയ്ച്ചയക്കണോ നോക്കാതെ പിന്നിൽ നിന്ന് ഒറ്റയ്ക്ക് തെർബീർ കെട്ടി. ഈ ധൃതിയുള്ള ആളുകൾ തോനം കെട്ടി കിട്ടാൻ വേണ്ടി ധൃതിയുള്ള ആളുകൾ ചെയ്യുന്ന പണികളാണ്. മുന്നിലെ സ്വപ്പ് ഒരു ഒഴിവുണ്ടായിരിക്കുക, പിന്നിലെ സ്വപ്പ് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി ഉണ്ടാവില്ല. അത് പൂർത്തിയാക്കാനാണ്. ഒരു സ്വപ്പ് പൂർത്തിയായിട്ട് വേറെ സ്വപ്പ് തുടങ്ങാൻ പാടുള്ളൂ. ജമാഅത്തിന്റെ അദബിന് എതിരാണ്. ഈ അദബിന് എതിരായി ചെയ്തിട്ടുണ്ടെങ്കിൽ ജമാഅത്തിന്റെ കൂലി ഇല്ലാതാവുകയും കുറയുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ സ്വപ്പിന്റെ അടിയിൽ ഒഴിവ് കൂടുതലെത്താൻ പറഞ്ഞാൽ, നമ്മൾ കൊറോണ പോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഡോക്ടർമാർ അങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ഇളവുണ്ടാവും. എല്ലാ കാര്യത്തിലും അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ അതിൻ്റെതായ വിദഗ്ധന്മാർ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ കൂലിയിലും അതിന്റെ ഷറത്തിലും അതുകൂലും ഇളവുണ്ടാവും. അതൊക്കെ ഇപ്പൊ കഴിഞ്ഞു. അല്ലാത്ത സമയത്ത്, അല്ലാത്ത ഘട്ടത്തിൽ വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അവഞ്ഞൊക്കെ ഇപ്പോഴും അടുത്ത് നിൽക്കാത്ത ചില ആളുകളുണ്ട്, ഓർമ്മക്ക്. അങ്ങനെ വേണ്ട, ഇപ്പൊ അടുത്ത് നിൽക്കുക തന്നെ ചെയ്യാം. അപ്പൊ ചേർത്ത് നിന്നുണ്ടെങ്കിൽ, വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ജമാഅത്തിന്റെ പ്രതിഫലം കുറയും എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാമിനെക്കാണ് കുറെ താഴ്ന്നിട്ടോ ഉയർന്നിട്ടോ നിൽക്കാം. ഒരു തട്ടിന്റെ അടിയിൽ സ്ഥലം ഉണ്ടായിരിക്കെ മേലക്കാരി നിസ്കരിച്ചാൽ അത് ജമാഅത്തിന്റെ പ്രതിഫലത്തെ ബാധിക്കുന്നതാണ്. അങ്ങനെ അടിയിൽ സ്ഥലം കഴിഞ്ഞിട്ടാണെങ്കിൽ പറ്റും. കഴിയാതെ തന്നെ ചില ആളുകൾ, ഇപ്പൊ ജുമാനൊക്കെ ചില ആളുകളുണ്ട് എന്തായാലും പോലെ തന്നെ അവർ നിൽക്കുള്ളൂ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ മേഖലയിൽ. എല്ലാ മേഖലയിലും ഉണ്ടാവും. നേരെ കയ മേലക്കാണ് കായ, അടിയിലേക്ക് പോകുമ്പോൾ വെള്ളം ഒഴിവാണെങ്കിലും മേലക്കേ ഒരു കാര്യമുള്ളൂ. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അവരടിയിൽ സ്ഥലം ഒഴിവുണ്ടോ എന്ന് നോക്കൂല, ഇല്ലാന്ന് നോക്കൂല, ഒന്നും നോക്കൂല. മേലെ തന്നെ അവർ ജമാഅത്തിന് പങ്കെടുക്കുള്ളൂ എന്ന്. അപ്പൊ അങ്ങനെ അടിയിൽ സ്ഥലം ഉണ്ടായിരിക്കുക മേലെ ജമാഅത്തിന് ഇട്ടുണ്ടെങ്കിൽ അത് ജമാഅത്തിന്റെ പ്രതിഫലത്തെ ബാധിക്കുമെന്നുള്ള, അത് കുറയുന്നതുമാണ്. എന്റെ ജമാഅത്തിന്റെ പ്രതിഫലം ഇല്ലാതിരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്വഫുകളുടെ ഇടയിലുള്ള അകലം 3 മുഴത്തിൽ കൂടാൻ പാടില്ല. 3 മുഴത്തിലേറെ സ്വഫുകളുടെ ഇടയിലുള്ള അകലം കൂടിയാൽ അത് ജമാഅത്തിന്റെ പ്രതിഫലം ഇല്ലാതാക്കുന്ന. മാക്സിമം 3 മുഴയുള്ളൂ. കാലിന്റെ മടമ്പ് മുതലാണ് കൂട്ടുക. ഒരു സ്വഫിലുള്ള മടമ്പ് മുതൽ മറ്റേ സ്വഫിലുള്ള കാൽമടമ്പ് വരെ 3 മുഴത്തിൽ കൂടാൻ പാടില്ല എന്നതാണ്. അവിടെ മടമ്പ കൂട്ടി സ്വപ്പുകൾ സമമാക്കി നിൽക്കുന്നിടത്ത് മടമ്പ് ഒപ്പിച്ചാന്നുള്ളത് അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. സാധാരണ പറയൽ അങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. അതിങ്ങനെ മുന്നോക്കും പിന്നോക്കും ആവാത്ത വിധത്തിൽ ഒപ്പം നിൽക്കണം എന്നുള്ള. ഈ മടമ്പ് ഒപ്പിച്ച് നിന്നാൽ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ പിന്നെ കഴിക്കാൻ അങ്ങനെ ഉണ്ടാവും. കാല് ചെറുതായവരൊക്കെ വ്യത്യാസങ്ങൾ വരും മടമ്പ് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ. മടമ്പ് കൊണ്ടല്ല ഒപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്, സ്വഫുകൾ വളയാതെ നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ നെഞ്ഞോ സൈഡോ ഒക്കെ ഒപ്പത്തിലായി നിൽക്കണം. അപ്പൊ ചിലപ്പോ കാല് കുട്ടികളും വലിയവരും വലിയ കാലുകളും ചെറിയ കാലുകളും നിൽക്കുമ്പോ കാല് ചിലപ്പോ മാറ്റം വന്നു വരും. ശരിയായിട്ട് വളയാതെ നിൽക്കുമ്പോ, വളയാതെ എല്ലാവരും ഒപ്പം നിൽക്കാതെ, അതാണ് സ്വത്തിന്റെ ആക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ല, ഇമാമ് വലിയ സൂറത്ത് വലിയ ഷാഫി മദ്ഹബ് നിയമപ്രകാരം ഒന്നാമതിന്റെ മേലുള്ള സൂറത്ത് ഇമാമ് വലിയ ജമാഅത്തിന്റെ കൂലി കുറയും എന്നുള്ളതാണ്, ഇല്ലാതെയാവുന്നുള്ളത്. അത് കറാഹത്താണ്. ഇമാമിനും ഇല്ലാതെയാവും, മോമങ്ങൾക്കും ഇല്ലാതെയാവും. അതുപോലെ തന്നെ മറ്റു നാട്ടിൽ അന്ന് പറഞ്ഞതിനാണ് സുജൂദില് റുക്കൂയിലും ഒക്കെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി എന്നൊക്കെ
ഇമാമ് 3 പ്രാവശ്യത്തിൽ കൂടുതൽ ചെല്ലാൻ പാടില്ല. അത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർക്ക് ചെല്ലാം. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഒരു 11 പ്രാവശ്യമൊക്കെ ചെല്ലൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനു വേണ്ടി ആരും വരിയിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട. കാരണം വരിയിൽ 11 പ്രാവശ്യം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും കൂടിയിട്ട പള്ളിയിൽ ജമാഅത്തായിട്ട് 3 ചെല്ലലിന്. ഈ 2 അങ്ങനെ തന്നെയാണ്. ജമാഅത്തിന് 27 ഇരട്ടിയാണല്ലോ ഉള്ളത്. അപ്പൊ തുറന്ന് ചെല്ലാൻ വേണ്ടി വരിയിൽ നിസ്കരിച്ചിട്ട് അത് ലാഭമില്ല, അത് കച്ചവടം പോകും. അതിന് ഒറ്റയ്ക്ക് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ സുജൂദിലും റുക്കൂലൊക്കെ 11 പ്രാവശ്യമൊക്കെ ചെല്ലാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാമിന് ചെയ്യാൻ പാടില്ല എന്നും. ഇമാമ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇമാമിന്റെ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. ജമാഅത്തിന് മാത്രമല്ല മൗമൂമികൾക്കും കൂലി നഷ്ടപ്പെടും. അതുപോലെ തന്നെ അത്തഹിയ്യാത്ത് ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് വരെ അത്തഹിയ്യാത്ത് നിർബന്ധമായ അത്തഹിയ്യാത്ത്. പിന്നെയുള്ള ദുആകൾ അത്രയും കൂടി ചെല്ലണം ഇമാമിന്, അതിലേറെ ചെല്ലാൻ പാടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വരെയുള്ള സ്വലാത്തുണ്ടല്ലോ, അത്തഹിയ്യാത്തുണ്ടല്ലോ, അത്രയും ദുആ, അതിലേറെ ദുആ. അത്തഹിയ്യാത്ത് വാസ്തവത്തിൽ ദുആക്കുന്ന ദുആകൾ ഒരുപാട് ഹദീസിലുണ്ട്, പലതുമുണ്ട്. നമ്മൾ സാധാരണ ദുആക്കുന്ന ദുആകളല്ല, ഒരുപാട് ദുആകളുണ്ട്. ഈ ദുആകളൊക്കെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർക്ക് ചെല്ലാം. അതുപോലെ തന്നെ പിന്നെ ജമാഅത്തിന് ചെല്ലാം. കൃത്യമായ ജമാഅത്തിന്റെ ആളുകളും അവർക്ക് എല്ലാവർക്കും അതിന് സമ്മതമാണ്. സമ്മതം ഉണ്ടായ പോലെ സമ്മതം പറയുന്നു. വാക്കാനുള്ള സമ്മതം ഉണ്ടായാലേ പറ്റുള്ളൂ. പിന്നെ മറ്റുള്ള ആളുകൾ പുതുതായിട്ട് വരാനൊന്നും സാധ്യതയില്ലാതിരിക്കുക എന്നൊക്കെ അവിടെ. അതുപോലെ തന്നെ സാധാരണ ചെയ്യുന്ന ഒരു അബദ്ധമാണ്, ഒരാൾ ഒരു മുന്നിൽ സ്വപ്നിൽ നിന്നാൽ ആരെങ്കിലും ചിലപ്പോൾ അവനെ ബഹുമാനിക്കണ അല്ലെങ്കിൽ അവരെ മണ്ണാളെ സ്വപ്നം ഒഴിഞ്ഞു കൊടുക്കുക, പിന്നേക്ക് നീണ്ട് സ്വപ്നിലേക്ക് അയാളെ നിർത്താം. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ മാറി നിന്ന ആൾക്ക് ജമാഅത്തിന്റെ കൂലി ഇല്ലാതാവുന്ന. ഒരു സ്വപ്നിൽ നിന്നത് ഒഴിവാക്കാൻ പാടില്ല. അതാണ് അവിടെ നിൽക്കുക. ആര് വന്നാലും വേണ്ടില്ല, വാപ്പ വന്നാലും അങ്ങനെ തന്നെയാണ്. ചോറ് വെച്ചുമ്പോ വാപ്പ വന്നാൽ വാപ്പാക്ക് ഇരിക്കാൻ സീറ്റില്ലെങ്കിൽ ഇതിൽ ചുഴിഞ്ഞ് കണ്ട വശങ്ങൾ കൊടുത്തപടി ഇന്ന് വെച്ചോളിയതാണ്. ഇക്കാര്യത്തിന് സ്വപ്നിൽ നിന്നാലും വാപ്പാക്ക് ഒഴിവാക്കാൻ പാടില്ല. വിവാദത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് വാപ്പ വിലക്കിൽ നിന്നൂടെ, അങ്ങനെയുള്ളൂ. പിന്നെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തുകൾ ഓതുന്ന ഇടയിലാണ് റുക്കൂയിലേക്ക് ഇമാമ് പോയതുണ്ടെങ്കിൽ സൂറത്ത് പകുതി അവിടെ വെച്ച് നിർത്തിയിട്ട് റുക്കൂയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫാത്തിഹന്റെ അവിടെ പിന്നെ വിശദമായിട്ട് പറയേണ്ടതാണ്. പലപ്പോഴും പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് അടുത്താഴ്ചൊന്ന് പറയാം. ഫാത്തിഹ ചിലപ്പോൾ പൂർത്തിയാക്കാൻ നിർബന്ധമുണ്ടാവും, ചിലപ്പോൾ ഇമാം റുക്കൂ പൂർത്തിയാക്കാതെ പോകണം നിർബന്ധമുണ്ടാവും. 2 രൂപത്തിലുണ്ടാവരുത്. റഹ്മാൻ റഹീം എന്ന് പറയുമ്പോഴാണ് ഇമാം റുക്കൂയിലേക്ക് പോയതെന്നുണ്ടെങ്കിൽ ചില ആളുകൾ അവിടെ നിർത്തിയിട്ട് പോകണം, പോയില്ലെങ്കിൽ നിസ്കാരം ബന്ധവും. ചില ആളുകൾ പൂർത്തിയാക്കിയിട്ട് പോകണം. ഇമാം റുക്കൂന്ന് നിശ്ചാരം വേണ്ടി അവർ പൂർത്തിയാക്കിയേ തീരും. അതാരെ വ്യത്യാസം എന്നത് നമുക്ക് അത് സ്വന്തമായിട്ട് അടുത്ത ആഴ്ച പറയാൻ സാധിക്കും. അപ്പൊ അത് ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, അതുകൊണ്ട് നീട്ടിക്കുക. സൂറത്തിന്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. സൂറത്ത് ഓതുമ്പോൾ അത് സൂറത്ത് ഓതുന്ന ഇടയിൽ പിന്നെ ഇമാം റുക്കൂയിലേക്ക് പോയാൽ അവിടെ നിർത്തി പോകാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കരിക്കാൻ, ഈ ജമാഅത്ത് തുടങ്ങാനായാൽ സുന്നത്ത് നിസ്കരിക്കാതിരിക്കലാണ് അതിന്റെ അതബ്. അഥവാ നിസ്കരിച്ചാൽ ശരിയാവില്ലെന്നല്ല പറയുന്നത്. അത് സമയമായിട്ടുണ്ടെങ്കിൽ പിന്നത്തെ നിസ്കരിക്കരുത്. അങ്ങനെ സമയം കുറഞ്ഞാലും ചിലവർ നിസ്കരിക്കും. അത് എന്താന്ന് വെച്ചാൽ ഒരു തെറ്റിദ്ധാരണ അവിടെ ഉണ്ട്. അതായത് ഒരു ഫർദിന്റെ മുമ്പുള്ള സുന്നത്ത് ഫർദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമയം കഴിഞ്ഞു എന്നുള്ളൊരു ധാരണ. അങ്ങനെയല്ല. ദുഹറിന്റെ മുമ്പുള്ള സുന്നത്തിന്റെ സമയം അസ്റാൻ കൊടുക്കുന്നത് വരെയുണ്ട്. ദുഹർ നിസ്കരിച്ചതിന്റെ ശേഷം നിസ്കരിച്ചാലും ദുഹറിന്റെ മുമ്പ് നിസ്കരിച്ച അതേമായി അവർക്ക് കുറവില്ല, ഒരു വ്യത്യാസമില്ല. ദുഹറിന്റെ മുമ്പ് നിസ്കരിച്ച അതേപോലെ തന്നെയാണ് ദുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് ശേഷം നിസ്കരിച്ചാലും. അപ്പൊ മുമ്പുള്ള സുന്നത്തുകൾ ശേഷത്തേക്ക് നീട്ടിയേക്കാവുന്നതാണ്. ജമാഅത്ത് തുടങ്ങാനായാൽ അത് സുന്നത്ത് നിസ്കരിക്കാതിരിക്കലാണ് അതന്നെ അദബ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ അഥവാ ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ ഒരുപാട് അദബുകൾ, ഇതൊക്കെ പാലിക്കണാണ് ജമാഅത്തിന്റെ പ്രതിഫലം പൂർണ്ണമായി കിട്ടാൻ വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാ സുന്നത്തും നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ നല്ലതാന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും നല്ലതല്ലാത്തതുണ്ടാവരുത്. ചില കാര്യങ്ങൾ നമ്മൾ ചീത്തയാണെന്ന് കരുതി ചില കാര്യങ്ങളും നല്ലതും ഉണ്ട്. അപ്പൊ അതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.